ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര. ഞാൻ ബോർഡിൽ 3 സെൻറ്റൻസസ് എഴുതിയിട്ടുണ്ട്. 3 ഡെയിലി ലൈഫിൽ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണ്. അപ്പോൾ ആ സെൻറ്റൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നീ അവനെ കാണാറുണ്ടോ? നീ അവനെ കണ്ടോ? നീ അവനെ കാണുമോ? നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് തന്നെയാണ് അല്ലേ? ഇതേ സെൻറ്റൻസസ് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? കൺഫ്യൂഷനായി അല്ലേ? അപ്പം നമുക്ക് ഈ സെൻറ്റൻസസ് അല്ലെങ്കിൽ ഇതുപോലത്തെ സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് ചോദിക്കാൻ പറ്റും എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സെൻറ്റൻസിൽ ഫസ്റ്റ് സെൻറ്റൻസിൽ ഇംഗ്ലീഷിൽ അറിയാവുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നീ എന്നുള്ള വാക്ക് യു ആണെന്ന് നമുക്കറിയാം അല്ലേ? കാണുക എന്നുള്ളതിന് നമ്മൾ സി ആണ് യൂസ് ചെയ്യുന്നത്. സി അത് നമുക്കറിയാം. ഇനി അവനെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? അവൻ എന്ന് പറയുമ്പോൾ ഹി ആണെന്ന് അറിയാം. പക്ഷേ അവനെ എന്ന് പറയുമ്പോഴും ഹി ആണ് യൂസ് ചെയ്യേണ്ടത്. അവനെ എന്ന് പറയുമ്പോൾ നമ്മൾ ഹിം എന്ന വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഹിം. അവനെ എന്ന് പറയുമ്പോൾ ഹിം ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നീ അവനെ കാണാറുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ സ്ഥിരമായി കാണാറുണ്ടോ അല്ലെങ്കിൽ ജനറലി നീ അവനെ കാണാറുണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ജനറലി നീ ചെയ്യാറുണ്ടോ, കാണാറുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കാറുണ്ടോ അല്ലെങ്കിൽ വായിക്കാറുണ്ടോ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് ഡു എന്ന ക്വസ്റ്റ്യൻ വേർഡാണ്. അതായത് കാണാറുണ്ടോ, ചെയ്യാറുണ്ടോ, കഴിക്കാറുണ്ടോ, പഠിക്കാറുണ്ടോ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വാക്കുകൾ എഴുതാം. യു, നീ അവനെ കാണാറുണ്ടോ. ഇവിടെ എന്താണ് കാണാറുണ്ടോ എന്നുള്ളതിന് നമ്മൾ കാണുക എന്നുള്ള വാക്കിന് സി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഡു യു സീ അവനെ, ഹിം. നീ അവനെ കാണാറുണ്ടോ? ഡു യു സീ ഹിം. ഇതാണ് നീ അവനെ കാണാറുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇനി അടുത്തത് നീ അവനെ കണ്ടോ. നീ അവനെ കണ്ടോ. ഇതെപ്പോഴാണ് നമ്മൾ ചോദിക്കുക? നമ്മൾ ഒരാളെ കണ്ടോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിച്ചോ അല്ലെങ്കിൽ നീ കഴിച്ചോ എന്നൊക്കെ നമ്മൾ അവൻ കഴിച്ചോ എന്നൊക്കെ നമ്മൾ എപ്പോഴാണ് ചോദിക്കുക? നമ്മളത് ചോദിക്കുക നേരത്തെ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലേ? അതായത് പാസ്റ്റ്, നേരത്തെ നടന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ വേർഡ് ഡിഡ് ആണ്. ഓക്കെ, ഡിഡ്. അതായത് നീ കണ്ടോ അല്ലെങ്കിൽ നീ സംസാരിച്ചോ, പരിചയപ്പെട്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ? അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ വേർഡാണ് ഡിഡ്. ഇനി നമ്മൾ ഡിഡ് കഴിഞ്ഞിട്ട് എന്താ എഴുതുന്നത്? ഡിഡ് യു. ഡിഡ് യു, നീ അവനെ കണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. എന്താണ് ഇവിടുത്തെ വേർബ്? സീ ആണ് അല്ലേ? ഡിഡ് യു സീ. അവനെ എന്നുള്ളതിന് നമ്മൾ ഏത് വാക്കാണ് യൂസ് ചെയ്യുക? ഹിം ആണ് യൂസ് ചെയ്യുക. ഡിഡ് യു സീ ഹിം. ഇപ്പോൾ ചിലർക്ക് സംശയം തോന്നാം, കണ്ടോ എന്ന വാക്കിന് നമ്മൾ സോ അല്ലേ യൂസ് ചെയ്യുന്നത്, പാസ്റ്റ് ടെൻസിലല്ലേ, അപ്പോൾ സോ അല്ലേ വരണ്ടേന്ന്. സോ ആണ് വരേണ്ടത്. പക്ഷെ നമ്മൾ ഡിഡ് എന്ന വാക്ക് ഇവിടെ യൂസ് ചെയ്തത് കൊണ്ട് ഡിഡിന് ശേഷം വരുമ്പോൾ നമ്മൾ സി എന്ന് കൊടുത്താൽ മതി. സോ എന്ന് കൊടുത്താൽ ഡിഡ് യു സോ ഹിം എന്ന് കൊടുത്താൽ അത് തെറ്റാണ്. ഡിഡ് യു സീ ഹിം എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്തത് നീ അവനെ കാണുമോ. നീ അവനെ കാണുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴത്തെ കാര്യമാണ് ചോദിക്കുന്നത്? ഇനി വരാൻ പോകുന്ന കാര്യമാണല്ലേ ചോദിക്കുന്നത്. നീ അവനെ കാണുമോ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡായിട്ട് കൊടുക്കേണ്ടത് എന്താണ്? വിൽ എന്ന വാക്കാണ്. ഓക്കെ, വിൽ എന്ന വാക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡായിട്ട് ചോദിക്കുന്നത്. അതായത് നീ അവനെ കാണുമോ അല്ലെങ്കിൽ നീ കഴിക്കുമോ, നീ സംസാരിക്കുമോ, നീ പഠിക്കുമോ, ഇങ്ങനത്തെ സാഹചര്യത്തിലെല്ലാം നമ്മൾ വില്ലാണ് ക്വസ്റ്റ്യൻ വേർഡായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് അറിയാവുന്ന വാക്കുകൾ നമുക്ക് അടുത്തെഴുതാം. വിൽ യു. ഇനി എന്താണ് ഇവിടെ വേർബ്? സി. വിൽ യു സീ. അവനെ എന്നുള്ളതിന് പകരം നമ്മൾ ഹിം എന്ന് എഴുതും. അപ്പോൾ വിൽ യു സീ ഹിം. ഓക്കെ, അപ്പോൾ സ്ഥിരമായി നടക്കുന്നൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമ്മളവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. ഡു യു സീ ഹിം. ഇനി നേരത്തെ സംഭവിച്ചൊരു കാര്യത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിലോ നമ്മൾ ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡിഡ് യു സീ ഹിം. നീ അവനെ കണ്ടോ. ഇനി നടക്കാൻ പോകുന്നൊരു കാര്യത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിലോ നീ അവനെ കാണുമോ. നടക്കാൻ പോകുന്ന കാര്യമാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ വില്ലാണ് യൂസ് ചെയ്യേണ്ടത്. വിൽ യു സീ ഹിം.
വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത സെൻറ്റൻസസ് ഉണ്ടെങ്കിൽ ദയവായി കോമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സെൻറ്റൻസസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയില്ല, ഇതെങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പഠിപ്പിക്കാമോ, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായി കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഞങ്ങൾ ഒന്നെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ കോമൻറ്റിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ കുറച്ച് പേര് നിങ്ങളത് കേട്ട് പഠിച്ചിട്ടുണ്ടാവാം, കുറച്ച് പേരത് എഴുതിയെടുത്തിട്ടുണ്ടാവാം, കുറച്ച് പേര് പിന്നീട് അത് വായിച്ചൊക്കെ പഠിക്കും, 2-3 പ്രാവശ്യം കണ്ടൊക്കെ പഠിക്കും. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനേ പറ്റുള്ളൂ, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ ആരോട് ഇംഗ്ലീഷ് സംസാരിക്കും എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയിൽ ഞങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. വളരെ ഈസി ആയിട്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ബയോയിൽ ചെന്ന് നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്ത് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. English Mithra. Stop worrying, start learning.